ഞാൻ പറയാൻ പോകുന്ന മനഃശാസ്ത്രം പണത്തിൻ്റെ മനഃശാസ്ത്രമാണ്. നമ്മളെല്ലാവരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും സമ്പത്തിൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് ഒരിക്കലും സമ്പത്തിൻ്റെ പുറകെ പോകാൻ തോന്നിയിട്ടില്ല. ഞാൻ ഇനിയും സമ്പത്തിൻ്റെ പുറകെ പോവില്ല. പണം എന്നെ തേടി വരും, ഞാൻ പണത്തെ തേടി പോവില്ല. ഇതെന്നെ പഠിപ്പിച്ചത് എൻ്റെ ദൈവം തന്നെയാണ്. സമ്പത്തിനെ എന്നെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിച്ചതും ദൈവം തന്നെയാണ്. ദൈവം എന്ന് പറയുന്ന ആ ഒരു ചിന്തയാണ് സാമ്പത്തിക ശാസ്ത്രം നിങ്ങളെ പഠിപ്പിക്കുക. സമ്പത്തിൻ്റെ വിനിയോഗം നിങ്ങളെ പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. അപ്പം പണം ഒരു മോശം കാര്യമാണെന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുണ്ടോ? പണം എങ്ങനെയാണ് ആത്മീയതയുമായിട്ട് കണക്റ്റഡ് ആവുന്നത്? ഒന്നാമത്തെ കാര്യം, സമ്പന്നൻ സൂചിക്കുഴലിലൂടെ കടക്കുന്നത് പോലെയാണ് അവൻ സ്വർഗരാജ്യം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സമ്പന്നനാവുക എന്ന് പറഞ്ഞാൽ മോശം കാര്യമാണെന്നാണോ? അങ്ങനെയല്ല. ദൈവത്തെ മറന്നുള്ള സമ്പത്ത് നിനക്ക് ആത്മാവിന് ഗുണം ചെയ്യില്ല. അത് നിനക്ക് ദോഷമായിട്ട് വരും, നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. പക്ഷേ ദൈവബോധമുള്ള ഒരാൾക്ക് പണം നൽകുന്നത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും പരാതി ഉണ്ടോ? ഒരു പരാതിയുമില്ല. സോളമന് ജ്ഞാനം മതി എന്ന് സോളം പറഞ്ഞ അടുത്ത സെക്കൻഡിൽ ദൈവം പറയാണ്, നിനക്ക് ജ്ഞാനവും തരും, കൈ നിറയെ പണവും തരും, സമ്പത്തും തരും. അപ്പോൾ ദൈവത്തിന് ഇത്രയേ വേണ്ടൂ. ഒന്നാം സ്ഥാനം നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം. പണത്തിന് പുറകെ നിങ്ങൾ പോകണ്ട. നിങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്നത് സൃഷ്ടിയുടെ മകുടമാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു തിങ്ങാണ് പണം. പണം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ബട്ട് മെറ്റീരിയലാണ്, അതൊരു വസ്തുവാണ്, ഒരു സംഗതിയാണ്. അത് ആത്മാവിൻ്റെ ലോകത്ത് സ്വർഗത്തിൽ പണം എന്ന് പറയുന്ന സംഗതിക്ക് അത്ര വിലയില്ല. നമ്മുടെ ആത്മാവിനോട് തട്ടിച്ചു നോക്കുമ്പോൾ 1 മില്യനോ 100 ബില്യണോ ഒന്നും ഒരു വിലയുള്ള സംഗതിയല്ല. നിങ്ങളൊരു മൾട്ടി നാഷണൽ നാഷണൽ ഇൻ്റർനാഷണൽ ബിസിനസ്മാൻ ആയാലും നിങ്ങൾ മൾട്ടിനാഷണൽ കമ്പനികൾ ഇതൊന്നും നിങ്ങളുടെ ആത്മാവിൻ്റെ വിലയോട് തട്ടിച്ചു നോക്കുമ്പോൾ വലുതല്ല. അതുകൊണ്ട് എപ്പോഴും ഉറപ്പ് വരുത്തുക, നിങ്ങൾക്ക് പണം ഉണ്ടാകണം അല്ലെങ്കിൽ പണം ആവശ്യമുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഒന്നാം സ്ഥാനം നിങ്ങളുടെ ആത്മാവിന് കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങൾ ഒന്നാം സ്ഥാനം പണത്തിന് കൊടുക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യം, എനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ അത്രയും പണം ഞാൻ പ്രാർത്ഥിച്ചു മേടിക്കാൻ പാടുള്ളൂ. ദൈവം എനിക്ക് പണം തന്നാൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം, അത് അറിവില്ലായ്മ കൊണ്ട് കൈകാര്യം ചെയ്ത് അത് നശിപ്പിച്ച് കളയില്ല എന്നൊക്കെയുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് പണത്തിന് തരാൻ ദൈവം തയ്യാറാവും. അതായത് കൈകാര്യം ചെയ്യാൻ അറിയുന്നവൻ്റെ കയ്യിൽ ദൈവം പണം കൊടുക്കും, നശിപ്പിക്കാൻ വേണ്ടി ദൈവം പണം കൊടുക്കില്ല. ഇനി പണം എന്ന് പറയുന്നത് ഒരു നന്മയായിട്ടുള്ള ഒരു ടൂളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കണം. അതായത് നന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ട ഒരു സംഗതി മാത്രമായിട്ട് നിങ്ങൾ പണത്തിനെ കാണണം. മറ്റൊന്ന്, പണം വന്നാലും എൻ്റെ കാലുകൾ ഭൂമിയിൽ തന്നെ ആയിരിക്കും. അതായത് അഹങ്കരിക്കത്തില്ല എന്ന് ഞാൻ തീരുമാനിക്കണം. പണം വന്നിട്ട് വേണം അവനോട് 2 വർത്താനം പറയാൻ എന്നൊക്കെയുള്ള നിലപാടുകളുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് മാറ്റണം. പണം എന്ന് പറയുന്നത് മനുഷ്യന്മാരെ നമ്മളിൽ നിങ്ങൾക്ക് സ്വീകാര്യത കൊണ്ടുതരും എന്നുള്ളത് സത്യമാണ്. പക്ഷെ നിങ്ങൾ ആ കാര്യം വിട്ടുകളയണം. അവർ നിങ്ങൾക്ക് പണം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവർ അല്ലാത്തവർ അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നല്ല മനുഷ്യനാവുക, അപ്പം നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകും. പണം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ തയ്യാറായി നിങ്ങൾക്ക് പണം കിട്ടുന്നു, അത് വെച്ചിട്ട് നിങ്ങൾ മനുഷ്യബന്ധങ്ങളെ അളക്കാനായിട്ട് പാടില്ല. പണം ഉള്ളത് കൊണ്ട് ഇന്ന ആളുകളുമായിട്ട് കണക്ഷൻ ആവുന്നു, പണം ഇല്ലെങ്കിൽ ഇന്ന ആളുകളായിട്ട് കണക്ഷൻ ആവില്ല. അങ്ങനെ പണം വെച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ അളന്ന് ആ ഒരു അളവുകോലിൽ നിങ്ങൾ ജീവിക്കാൻ പാടില്ല. മറ്റുള്ളവരെയും അളന്ന് ജീവിക്കാൻ പാടില്ല. സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പണം എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവത്തിൽ നിങ്ങൾ മാറ്റം വരുത്തണം. അതായത് മനസ്സിൽ ഞാൻ വിചാരിക്കാം, എനിക്ക് ദാരിദ്ര്യത്തിൽ അങ്ങ് തുടർന്നാൽ മതി, ഞാൻ അങ്ങനെ ഒരു ചിന്തയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ തന്നെ തുടർന്നാൽ മതി എന്ന്. പക്ഷെ തെറ്റാണ്. നിന്റെ ദൈവം നിന്നെ ഉയർത്തുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടി മാത്രമല്ല ദൈവം എനിക്ക് സമ്പത്ത് തരാൻ പോകുന്നത്. ദൈവം എന്നെ ഒരു ജനത്തെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് പേരെ കണ്ടുകൊണ്ടാണ് നിനക്ക് ദൈവം സമ്പത്ത് തരാൻ പോകുന്നത്. നിനക്ക് സമ്പത്ത് കിട്ടിയാൽ നീ മറ്റുള്ളവരെ സഹായിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിന് നിനക്ക് നല്ലൊരു സൂക്ഷിപ്പുകാരൻ്റെ കയ്യിലല്ലേ ദൈവം സമ്പത്ത് കൊടുക്കണ്ടേ? സ്വർഗത്തിൽ ഒരുപാട് സമ്പത്തുണ്ട്. സ്വർഗത്തിൽ ഒരുപാട് സ്വർണവും കറൻസിയും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ ഉണ്ട്. നിനക്ക് തരാൻ വേണ്ടത് കർത്താവിൻ്റെ കയ്യിലുണ്ട്. അത് കൈകാര്യം ചെയ്യുന്ന ഒരു വിശ്വസ്ത ഭൃത്യനാണ് നീ എന്ന് ദൈവത്തിന് മുമ്പിൽ തെളിയിച്ചു കഴിയുമ്പോൾ ദൈവം നിങ്ങൾക്ക് പണം തരാൻ തുടങ്ങും. പണത്തിനൊരു റിസോഴ്സ് ഉണ്ടാവും. അതായത് ഞാനിവിടെ ഇരിക്കുമ്പോൾ പണം ഇങ്ങനെ അങ്ങോട്ട് വരില്ല, മറിച്ച് റിസോഴ്സ് ദൈവം നിങ്ങൾക്ക് അധ്വാനിക്കേണ്ട വാതിൽ തുറന്നു തരും. അതായത് ഈ മേഖലയിൽ നീ അധ്വാനിക്കണം, അപ്പം നിനക്ക് പണം കിട്ടും. നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ വരുന്നു, നിങ്ങൾ ആദ്യം ആലോചന ചോദിക്കേണ്ടത് ദൈവത്തോടാണ്. നിങ്ങൾ എല്ലാ മനുഷ്യന്മാരോട് ഇത് പറഞ്ഞ് നടക്കുവാണെങ്കിൽ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും, എവിടെ എത്തൂല നിങ്ങളുടെ ഡിസ്കഷനുകൾ. ആദ്യം നിങ്ങൾ ദൈവത്തോട് ചോദിക്കാം, എന്നിട്ട് നിങ്ങളൊരു വിലയിരുത്തൽ നടത്താം. ഇപ്പം എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്കൊരു സാരിയുടെ ഒരു ക്ലോത്തിൻ്റെ ഒരു ബിസിനസ് ഒന്നല്ല, കുറച്ച് സാരിയൊക്കെ എടുത്ത് ഞാൻ വിൽക്കാനൊക്കെ തുടങ്ങി. എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ചെയ്തതാണ്. ഞാനൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു സംഗതിയിലോട്ട് ഇറങ്ങുമ്പോൾ അത് എൻ്റെ സോളിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത ഒരു ബിസിനസ് ആയിരിക്കണം. സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ്.
നിങ്ങൾ സത്യസന്ധമായി ബിസിനസ് ചെയ്താൽ നിലനിൽപ്പുള്ള വിജയമുണ്ടാകും. നിങ്ങൾ സത്യസന്ധമല്ലാതെ ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും, നിങ്ങൾ പണവും സമ്പാദിക്കും, പക്ഷെ നിലനിൽപ്പുണ്ടാവില്ല. ദൈവത്തിൻ്റെ കരം നിന്റെ തലയ്ക്ക് മുകളിലുണ്ടെങ്കിൽ നീ തൊടുന്നതെല്ലാം പൊന്നാകും. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്, ഗ്രേസ് നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ടെങ്കിൽ ഏത് ബിസിനസ് വാതിലിൽ പോകണമെന്ന് നിനക്ക് ഇൻറ്റ്യൂഷൻ, ദൈവം തന്നെ നിങ്ങളുടെ മനസ്സിലിരുന്ന് പറഞ്ഞു തരും. നമുക്ക് മനസ്സിൽ ഇതാണ് എൻ്റെ വഴി എന്ന് കർത്താവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗ്രേസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് സോഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് ആ സോഴ്സ് വരിക. അത് ദൈവമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ദൈവത്തിന് പറ്റും. മനസ്സിൻ്റെ കപ്പാസിറ്റി ഉപയോഗിച്ച് അത് മനസ്സിലാക്കുന്നവരുണ്ട്, മനസ്സിൻ്റെ കപ്പാസിറ്റി എന്ന് വിളിക്കുന്നവരുമുണ്ട്. ബട്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ട ഒരു റിസോഴ്സ് ദൈവം തരും. ബൈബിളിൽ ഈ പണവുമായി ബന്ധപ്പെട്ട് ഞാൻ തുറക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ബൈബിൾ വചനമുണ്ട്, അധ്വാനിക്കുക. രാത്രി ആയാലും സന്ധ്യ ആയാലും വചനം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഞാൻ കാണുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്തേക്കാം. നിങ്ങൾ എല്ലാ സമയത്തും അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക. ഏതാണ് നിങ്ങൾക്ക് ഫലം തരിക എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇനി നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുക, ദൈവം നിനക്ക് പ്രതിഫലം തരും. ഇങ്ങനെ അധ്വാനിക്കുക, കഷ്ടപ്പെടുക, ട്രൈ ചെയ്യുക. കഠിനാധ്വാനത്തിന് ദൈവം ഈ കിരീടം പോലെ വിലമതിക്കുന്നുണ്ട്. കഠിനാധ്വാനം ഉള്ള ഒരു മനുഷ്യനാണ് ദൈവം വിജയത്തിൻ്റെ സമ്പന്നതയുടെ കിരീടം കൊടുക്കുക. അതുകൊണ്ട് അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടായിരിക്കണം. ഇനി സക്സസ് ദൈവം തരുമ്പോഴേക്കും എളിമയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് പണം ഉണ്ടാക്കി പണ്ട് നമ്മളെ ഉപദ്രവിക്കുക, പണമില്ലാത്തതിൻ്റെ വലിയ കുറ്റപ്പെടുത്തിൻ്റെ മുമ്പിലൊക്കെ പോയിട്ട് നെകളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് പ്രശംസിച്ച് പറയാനൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ പണം തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് നഷ്ടപ്പെടാനായിട്ട് സാധിക്കും. നിലനിൽപ്പുള്ള സമ്പന്നത, നിലനിൽപ്പുള്ള ദൈവാനുഗ്രഹമുള്ള സമ്പത്ത്, തലമുറകൾ തോറും കൈമാറിപ്പോകാൻ പറ്റുന്നത്ര സമ്പത്ത് നിനക്കും ഞാൻ ബൈബിളിൽ ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വഴി ഉണ്ടാകുമ്പോൾ ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ നിനക്കും നിന്റെ പരിചാരകർക്കും കഴിക്കാനുള്ളത്. അതായത് നമ്മളൊരു കുറഞ്ഞ പൈസയ്ക്ക് ഒരു ജോലിക്കാരനെ വയ്ക്കുന്നത് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാകും. ചിലർ പിശുക്ക് കൊണ്ടും വയ്ക്കും. പക്ഷെ നിനക്ക് വാരിക്കോരി നിന്റെ പരിചാരകയ്ക്കും കൊടുക്കാൻ പറ്റും. കാരണം അത്ര അധികം നിനക്ക് ദൈവം തരും. അപ്പോൾ നിന്റെ പരിചാരകയെയും നല്ലപോലെ പോറ്റാൻ നിനക്ക് പറ്റുന്ന തരത്തിൽ നിന്നെ സമ്പത്ത് തന്ന് അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഏതൊരു കാര്യത്തിനും നിങ്ങളുടെ അടിമനസ്സിൽ കിടക്കുന്ന ചിന്തയാണ് നിങ്ങളുടെ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ അടിമനസ്സിൽ ഞാൻ ഈ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, സമ്പത്തിനെ കുറിച്ചുള്ളത് നിങ്ങൾ മനസ്സിലേക്ക് എടുക്കണം. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണം. സമ്പത്ത് ഒരു മോശം കാര്യമല്ല. എനിക്ക് സമ്പത്തുണ്ടായാൽ എനിക്ക് ഒത്തിരി പേരെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ എനിക്ക് നന്മയ്ക്കായിട്ട് ഞാനത് ഉപയോഗിക്കും. എനിക്ക് സമ്പത്ത് ദൈവം തരുന്നത് ഞാൻ ഒരുപാട് നാൾ കഷ്ടപ്പെട്ടു, ദരിദ്രം അനുഭവിച്ചു. ഇനി എനിക്ക് ദൈവം സമ്പത്ത് തരാൻ പോവുകയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ഞാൻ ഒരിക്കലും കാണില്ല. ദൈവം എനിക്ക് തരുന്നതാണ്. ഞാൻ ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുക. സമ്പത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ ദൈവത്തിന് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ദൈവത്തിന് ഇടപെടാൻ പറ്റുന്ന ഒരു സ്ഥലം ദൈവം ഒഴിച്ചിടും. ഒരു ദൈവബോധത്തോടു കൂടെ, ഒരു ദൈവ നിന്നയില്ലാതെ ദൈവത്തിനെ മാനിച്ചുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങിയാലും ഒരു സമ്പത്തിൻ്റെ മേഖലയിൽ നിങ്ങളുണ്ടായാലും ദൈവം നിങ്ങൾക്കത് അനുഗ്രഹമാക്കി മാറ്റും. ഇനി എല്ലാ സമ്പത്ത് ഉണ്ടാക്കണ വഴിയിലൂടെയും ഒരു ദൈവഭക്തൻ പോകാൻ പാടില്ല. അപ്പം ദൈവത്തോട് നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? സമ്പത്ത് ഉണ്ടാകാനുള്ള ഒരു മാർഗം പറഞ്ഞു തരണേ. സമ്പത്തുണ്ടാകാനുള്ള എന്തോ ഒരു മനസ്സെന്ന് പറയുന്ന ആ നിധിയുണ്ട്. അതിനകത്ത് സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കണം. ആ ചോദ്യം നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. ദൈവമേ, എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കും? നീ എന്താ ആഗ്രഹിക്കുന്നത്? ആ ചോദ്യം നീ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് വേണ്ട ഒരു റിസോഴ്സ്, അതെവിടെ നിന്ന് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാൻ ദൈവത്തിന് സാധിക്കും. അതായത് സമ്പത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ ദൈവികമാകുമ്പോൾ സമ്പത്ത് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. സമ്പത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാടുകൾ വിശുദ്ധമാകുമ്പോൾ സമ്പത്ത് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. സമ്പത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവങ്ങൾ നല്ലതാകുമ്പോൾ സമ്പത്ത് നിങ്ങളെ തേടി വരാൻ തുടങ്ങും. നിങ്ങൾ പണത്തിന് പുറകെ പോകണ്ട. സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. ദൈവമാണ് മനുഷ്യനെ എല്ലാത്തിനും ഉപരിയായി സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തോടെ കൂടെ ആയിരുന്ന് സാമ്പത്തിക മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അധ്വാനിക്കാൻ തയ്യാറുള്ള മനസ്സോടുകൂടെ നിലപാടുകൾ വിശുദ്ധമാക്കി ചിന്തകൾ നന്മയുള്ളതാക്കി സമ്പത്ത് എന്ന് പറയുന്നതിന് ഒരു ഡിവൈനിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് വിശുദ്ധമായി കൈകാര്യം ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ പണമുണ്ടാകാനുള്ള സോഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരികയും അധ്വാനിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം, കഷ്ടപ്പെടാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. ദൈവം നിങ്ങളെ സമ്പന്നനായിട്ട് ഉയർത്തുകയും ചെയ്യും. അപ്പോൾ സമ്പത്ത് ഒരു പാപമല്ല. സമ്പത്തിലൂടെ സൂചിക്കൊള്ളിലൂടെ കടക്കുന്നൊക്കെയുള്ളത് തെറ്റായി വിശ്വസിച്ചിട്ട് അത് മാറ്റണം. അതിനർത്ഥം നീ സമ്പത്ത് തന്നാൽ അത് മറ്റുള്ളൊരു ദരിദ്രനുള്ളതാണ് അതിൻ്റെ ഒരു പങ്ക്. ദൈവത്തെ മാനിക്കാത്ത സമ്പത്താണ് നിന്നെ സ്വർഗത്തിൽ എത്തിക്കാത്തത്. അല്ലാതെ സമ്പന്നത ആവുന്നത് തെറ്റായ കാര്യമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പന്നത ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തിക ശാസ്ത്രം ആത്മീയതയുടെ കണ്ണിലൂടെ നമ്മൾ കാണുകയാണ്. നിങ്ങളെല്ലാവരും സമ്പത്ത് ഉണ്ടാകണം. അപ്പം നമ്മൾ ദരിദ്രരായ മനുഷ്യർക്ക് വേണ്ടി
പ്രവർത്തിക്കാൻ, അവർക്ക് സഹായം ചെയ്യാൻ, ഒരുപാട് പേരെ ഉയർത്തിക്കൊണ്ടുവരാനും, പലരുടെയും വിദ്യാഭ്യാസം നടത്താൻ നിങ്ങൾക്ക് പണം കൊടുക്കാനും, രോഗികളെ ചികിത്സിക്കാൻ നിങ്ങൾക്ക് പണം കൊടുക്കാനും, നിങ്ങൾക്കുള്ളതും നിങ്ങളുടെ പരിചാരികൾക്കുള്ളതും പിന്നെ അയൽപ്പക്കക്കാർക്ക് കൊടുക്കാനുള്ളതും അത്രയും സോളമന് കൊടുത്ത പോലെ വാരിക്കോരി ദൈവം നിങ്ങളെ സമ്പത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒന്നാം സ്ഥാനം ദൈവത്തിന്. സമ്പത്ത് നിങ്ങളെ തേടി വരും, നിങ്ങൾ ദൈവത്തെ തേടി പോവുക. ആമേൻ.